ഹായ്. അപ്പോൾ ഇന്ന് ഷോപ്പ് അടക്കുന്നതിന് കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് പിള്ളേർ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കടയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇവർ വീട്ടിലോട്ട് പോകും. ഇന്ന് എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇവൻ നാളെ ടൂറ് പോവുകയാണ്. അപ്പം അവൻ കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനായിട്ട് അവൻ ആദ്യം എടുത്തതൊരു ഹുഡിയുടെ ക്യാപ്പൊക്കെ ഉള്ളൊരു ബനിയനാണ് കേട്ടോ. അപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴായിട്ട് ഇടാനായിട്ട്. പിന്നെ അടുത്തത് അവന് നിക്കർ വേണമെന്ന് പറഞ്ഞാൽ ഒരു നിക്കർ എടുത്തു കേട്ടോ. ഒന്നല്ല 2 നിക്കർ എടുത്തു. പിന്നെ തോർത്ത്, കർച്ചീഫ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. തുണിക്കടയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കാണ്ട് തന്നെ നടന്നു പോകും കേട്ടോ. പിന്നെ എല്ലാം എടുത്തപ്പോൾ അവന് ജേഴ്സിൻ്റെ ഒരു സെറ്റായിട്ടുള്ള ബനിയൻ വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ നോക്കുകയാണ് കേട്ടോ. അതെടുത്ത് സെറ്റായിട്ടുള്ള ഒരെണ്ണം, പിന്നെ തോർത്ത്, ടവൽ അങ്ങനെയുള്ളതൊക്കെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴത്തേനും ഇക്ക വന്നു. ഇക്ക വീട്ടിലായിരുന്നു കേട്ടോ. നിനക്കാക്ക് പെണ്ണിനും പനി വരുന്നതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കട അടയ്ക്കാണ്ടായപ്പോൾ വൈകിയപ്പോൾ ഇക്കയും കൂടെ വന്ന് കൂടുകയാണ് കേട്ടോ അടയ്ക്കാൻ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ റേറ്റിനുള്ള കുറച്ച് ഐറ്റം ഡിസ്പ്ലേയിൽ ഫ്രണ്ടിൽ ഒരു തട്ടൊക്കെ വെച്ചിട്ട് ഇട്ട ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അവനക്ക് 2 ട്രങ്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അവൻ പാക്ക് ചെയ്ത് എത്ര ഒരു കൂടും കൂടി എടുത്തു കേട്ടോ. എന്തിനൊരു ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊക്കത്തുള്ളതൊക്കെ എടുത്ത് ബേബി ഉണ്ടായിരുന്നു. ബേബി ഇന്ന് പനിയായിട്ട് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഐറ്റം ഡിസ്പ്ലേക്കാണ് കേട്ടോ ഇടുക. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കലായിരുന്നു. അതെല്ലാം എടുത്ത് വെച്ച് നമ്മൾ കട ക്ലോസ് ചെയ്ത് കേട്ടോ. പിന്നെ അവനിക്ക് കുറച്ചുകൂടെ സാധനം മേടിക്കണമായിരുന്നു. അങ്ങനെ ഫാൻസി പോയി കൊണ്ടുപോകാനുള്ള ബ്രഷ്, ചീർപ്പ്, സോപ്പ് അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ടാണ്. അപ്പോൾ ഇത് അവന് മേടിച്ചതാണ്. ഞാനതൊന്ന് എടുത്ത് വെച്ചാണ് കേട്ടോ. എന്തിൻ്റെ ചെവി പോലെ ഉണ്ട് വെച്ചപ്പോൾ. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് ഞാൻ കൂടുതൽ സാധനം മേടിക്കുക എൻ്റെ കടയിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ബേക്കറിയിലോട്ട് കയറി. ബേക്കറി ക്ലോസ് ചെയ്യുന്ന ടൈമാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ ക്യാറ്റ് ഫുഡ് തീർന്നപ്പോൾ ക്യാറ്റിനൊരു ഫുഡും മേടിച്ച് അങ്ങനെ ഞാൻ വീടെത്തി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.